ഹായ്, മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ടൗണിലോട്ട് ഇറങ്ങിയിരുന്നു. മണാലി ന്യൂ ടൗൺ ആണ്. ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പറ്റിയ കടകളും നിരവധി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ടൗണാണ് മണാലി ന്യൂ ടൗൺ. ഈ ടൗണിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളം ടൂറിസ്റ്റ് ഗൈഡുമാരും അതുപോലെ ടാക്സി ഡ്രൈവർമാരെയൊക്കെ കിട്ടും. അവിടുത്തെ ഫേമസ് സ്ഥലങ്ങളിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ട് കാണിക്കാനായിട്ട് അവർ കൂടെ വരുന്നതാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കാർ ബുക്ക് ചെയ്യുന്നതാണ് ലാഭം. ഞങ്ങളൊരു കാർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. റോത്താങ് പാസും അടൽ ടണലും എല്ലാം കറങ്ങി തിരിച്ച് മണാലി ടൗണിലോട്ട് വരുന്ന ഒരു പാക്കേജ് ആയിരുന്നു. 2400 രൂപയ്ക്കായിരുന്നു അത്. അതല്ല, നിങ്ങൾ ഇനി ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ടൂറിസ്റ്റ് ഓഫീസ് അവിടെ ഉണ്ട്. അത് പെർ ഹെഡ് റേറ്റിൽ അവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നതാണ്. 800 രൂപ വരെയൊക്കെയാണ് മാക്സിമം റേറ്റ് കാണുന്നത്. ഓരോ ഡെസ്റ്റിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത്. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. റോത്താങ് പാസിലോട്ട് പോകുന്ന വഴിയിലായിരുന്നു അത്. അവിടെ ആകെ ഒരു ടീമേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ബാർഗെയിനിങ് ഒന്നും അധികം പോസിബിൾ അല്ലായിരുന്നു. 3 മിനിറ്റുള്ള ഫ്ലൈയിങ്ങിന് 1500 രൂപയായിരുന്നു അവർ ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ താഴെ കുളു ടൗണിൽ ഞങ്ങൾ പിന്നീട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 10 മിനിറ്റൊക്കെ അവിടെ 2500 രൂപയ്ക്കൊക്കെ ഓൾറെഡി ഫസ്റ്റ് പ്രൈസായിട്ട് തന്നെ പറയുന്നവരുണ്ട്. അപ്പോൾ ബാർഗെയിൻ ചെയ്താൽ കുറച്ചും കൂടി കുറഞ്ഞേനെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ